ഇന്നാണ് കല്യാണം. ദേ മണ്ഡപമൊക്കെ ഫുള്ള് സെറ്റായി. ഇനി ചെക്കനും പെണ്ണും വരുവേ വേണ്ടു. ചിന്നുടെ മേക്കപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സബീനാസ് ബ്രൈഡൽ മേക്ക് ഓവറിലെ സബീന ചേച്ചിയായിരുന്നു. പിന്നെ എനിക്കും ഹരിതക്കും മേക്കപ്പ് ചെയ്ത് വേറൊരു ചേച്ചിയായിരുന്നു. ഹരിതേന്റെ മേക്കപ്പ് കഴിഞ്ഞു. എന്റെ സാരി ഡ്രേപ്പിംഗ് കഴിയുമ്പോഴത്തേക്കും ചിന്നു ഫുള്ള് സെറ്റായിട്ടുണ്ടായിരുന്നു. എന്റെ മേക്കപ്പിൽ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ സാരി ഡ്രേപ്പിംഗ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ്സ് കുറച്ച് തിരക്ക് പിടിച്ചിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മേക്കപ്പും അമ്മയുടെ സാരി ഡ്രേപ്പിങ്ങും അത്ര ഓക്കെ ആയിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോഴേക്കും ചിന്നു അമ്പലത്തിലേക്ക് പോയി. പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ കസിൻസും എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുഹൂർത്തം കുറച്ച് നേരത്തെയായിരുന്നു. ഇതൊക്കെ ചിന്നുന്റെ ഫ്രണ്ട്സ് ആണ്. 10:30ക്കും 11നും ഇടയിലായിരുന്നു മുഹൂർത്തം. ചിന്നുനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതെന്റെ വേറൊരു കസിനാണ്. അടുത്തതായിട്ട് ഇനി ദക്ഷിണ കൊടുക്കലാണ്. ദക്ഷിണ കൊടുക്കാനിരിക്കുന്ന സമയത്തെ ചിന്നു എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അരി അധികം വാരി തലയിലിടാൻ പാടില്ലെന്ന്. കാരണം മിക്ക ബ്രൈഡ്സിനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന സമയത്ത് എല്ലാരും കൂടി ഒരു ലോഡ് അരി വാരി തലയിലിടുന്നത്. എനിക്കും ഉണ്ടായിരുന്നു. എന്റെ കല്യാണ സമയത്ത് എന്റെ തലയിൽ ഒരു ലോഡ് അരി ഉണ്ടായിരുന്നു. അങ്ങനെ മൂത്തച്ഛന്മാരും ആപ്പന്മാരും മാമന്മാരും മാമിമാരും എല്ലാവരുടെ അനുഗ്രഹം വാങ്ങുവാണ്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും അർജുനും അർജുന്റെ ഫാമിലിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം എന്റെ കല്യാണവും ഏട്ടന്റെ കല്യാണവും കൊറോണ ടൈമിലായതുകൊണ്ട് അധികം ആരെയും വിളിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിന്നുവിന്റെ കല്യാണത്തിന് എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ വീട്ടിൽ ലാസ്റ്റത്തെ കല്യാണമാണല്ലോ. ഇനിയൊരു കല്യാണം വരണമെങ്കിൽ ആമി വലുതാവണം. അതിന് വർഷങ്ങളെടുക്കും. പിന്നെ അത് മാത്രമല്ല, എന്റേതും ഏട്ടൻ്റെതും ചിന്നുടേതും ഞങ്ങളുടെ 3 പേരുടെയും കല്യാണം സെപ്റ്റംബറിലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സെപ്റ്റംബർ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. ചിന്നുവിന്റെ മേക്കപ്പ് കറക്റ്റ് ടൈമിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തുപോയി കുറെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എന്റെയും ബ്രജേട്ടൻ്റെയും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന്റെ സങ്കടം എനിക്ക് നല്ല പോലെ ഉണ്ട്. അങ്ങനെ ദക്ഷിണ കൊടുക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി താലികെട്ട് കാണാം. അങ്ങനെ താലികെട്ടും ചടങ്ങുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അടുത്തത് ഇനി എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഫോട്ടോസ് എടുക്കൽ തന്നെ. മണ്ഡപത്തിന്റെ തൊട്ട് താഴെ തന്നെ എല്ലാരും ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഫോട്ടോസ് എടുക്കാൻ വിളിക്കുമ്പോൾ ചിലർക്കൊക്കെ വരാൻ വേണ്ടി ഭയങ്കര മടിയാ. പിന്നെ താല്പര്യം ഇല്ലാത്തവരെ നമുക്ക് അങ്ങനെ അധികം നിർബന്ധിക്കാനും പറ്റൂലല്ലോ. അങ്ങനെ ദേ ഞാനും പ്രജിയേട്ടനും വന്നു. ഞാൻ ഫുൾ ടൈം സ്റ്റേജിൽ തന്നെയായിരുന്നു. കാരണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എല്ലാവരെയും സെറ്റാക്കി നിർത്തലും പരിപാടിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചിന്നുദേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഒരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു. പക്ഷെ അതിനിടയിൽ കുറെ കോമഡി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കഴിക്കാതെ വേറെ വഴിയില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കുത്തിക്കേറ്റി ഒന്നിന്റെയും ടേസ്റ്റ് ഒന്നും അങ്ങടങ്ങ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റോട്ടായപ്പോ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം തീർന്നുപോയി. ഈ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ എന്റെ ഹെയർ ഒക്കെ മൊത്തം അലമ്പായിരുന്നു. എന്നെ കാണുമ്പോ എനിക്ക് എന്നെ പോലെ തോന്നുന്നുണ്ടായിരുന്നില്ല. മതി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷെ എന്നാലും പറഞ്ഞു പോവുകയും ചെയ്യും. അർജുന്റെ വീട്ടില് അന്ന് വൈകിട്ട് തന്നെയാണ് റിസപ്ഷൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും റിസപ്ഷനാ പോയിട്ടുണ്ടായിരുന്നത്. കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചെക്കനും പെണ്ണും ഇറങ്ങി. ഇനിയിപ്പോൾ വൈകിട്ട് റിസപ്ഷൻ ഉണ്ട്. ഞങ്ങളൊക്കെ പോവാൻ നോക്കുവാണ്. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം അവിടെ എത്തിക്കണം. സാധാരണ ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെൺവീട്ടുകാരും പോകുമായിരുന്നു ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ റിസപ്ഷൻ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നു. കാരണം അതാണല്ലോ അവർക്ക് സൗകര്യം ഉണ്ടാവുക റെഡി ആവാനും ഒക്കെ. ഞങ്ങൾ അവിടെ എത്തി ഇവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇറങ്ങുന്ന ടൈമിൽ ചിന്നു ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ചിന്നു മാത്രമല്ല ഞങ്ങൾ എല്ലാവരും. എന്തായാലും എല്ലാം നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞു.
അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.